ബസ്സിൽ യാത്ര ചെയ്യാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. നമ്മുടെ നാട്ടിൽ എല്ലാവരും ബസ്സിലാണ് കൂടുതലും പേരും പോകുന്നത്. ഇപ്പോഴൊക്കെയാണ് വണ്ടിയിൽ എല്ലാവരും പറവറപ്പിച്ചൊക്കെ പോകുന്നത്. പക്ഷെ ബസ് യാത്രയുടെ ഒരു സുഖം എന്ന് പറഞ്ഞാൽ അത് വേറെ ലെവലാണ്. ബസ്സിന്റെ സൈഡ് സീറ്റ് അത് ഞാൻ ചത്താലും തരൂല അങ്ങനെ പറഞ്ഞ് അടിപിടി കൂടുന്ന കൂട്ടുകാരൊക്കെ എനിക്ക് ഉണ്ടായിട്ടുണ്ട്. കാരണം സൈഡ് സീറ്റാണ് ബസ്സിൽ എപ്പോഴും എല്ലാവരും തിരഞ്ഞെടുക്കാറ്. സൈഡ് സീറ്റിലിരുന്ന് ഇപ്പോഴൊക്കെ മഴക്കാലമല്ലേ, നനുത്ത മഴ പെയ്യുന്ന പൊടിമഴ പെയ്യുന്ന സമയമൊക്കെയാണ്. അപ്പോൾ ഈ ചെറിയ മഴയൊക്കെ ഇങ്ങനെ കണ്ടുകൊണ്ട് രാവിലെ തന്നെ ബസ്സിൻ്റെ സൈഡ് സീറ്റിലിരുന്നുള്ള യാത്ര, ഇളം കാറ്റ് ഇങ്ങനെ അടിച്ചു കയറുന്നു. അപ്പോൾ നമുക്ക് ആ സമയത്ത് ആ നിമിഷത്തെ സുന്ദരമാക്കാനായിട്ട് നമുക്ക് ആ ബസ്സിലെ പാട്ടും കൂടി ഇങ്ങനെ കടന്നു വരുമ്പോൾ, അത് സിനിമാ പാട്ട്, പല ടൈപ്പിലുള്ള പാട്ടുകളുണ്ട്. കൂടുതലും ബസ്സിൽ കേൾക്കാറുള്ള പാട്ടുകളൊക്കെ മെലഡി സോങ് ആയിരിക്കും. അപ്പോൾ ആ പാട്ടുകളും കൂടി കടന്നു വരുമ്പോൾ കിട്ടുന്ന ഒരു 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 സന്തോഷം, ആ നിമിഷത്തിൻ്റെ ഒരു എന്താ പറയുക, ഒരു ആഹ്ലാദമൊക്കെ വളരെ വലുതാണ്. പക്ഷേ അതിനൊക്കെ മുട്ടം പണി വന്നുകൊണ്ട് ഒരു പ്രസ്താവന വന്നിട്ടുണ്ട്. ഈ അടുത്ത ദിവസങ്ങളിലായിട്ട് അത് ഇറക്കിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യ കാലത്തുള്ളതാണെന്നാണ് പറയുന്നത്. പക്ഷെ അത് ഇപ്പോൾ ഇത്തിരി നിയമം ഘടിപ്പിച്ചിട്ടുണ്ട്. മോട്ടോർ വാഹന വകുപ്പ് ബസ്സിൽ പാട്ട് വെക്കരുതെന്ന് ഉത്തരവ് പുറപ്പെടുവിച്ചിരിക്കുന്നു. ബസ്സിൽ പാട്ട് വെച്ചാൽ ഇനി 10,000 രൂപ പിഴ ഈടാക്കും, അല്ലെങ്കിൽ ഫിറ്റ്നസിന്റെ കാര്യത്തിൽ എന്തെങ്കിലും പ്രശ്നമൊക്കെ ആയിട്ട് ബസ്സിന്റെ യാത്ര മുടങ്ങുമെന്നൊക്കെയാണ് കേൾക്കുന്നത്. അപ്പൊ ഈ സംഭവം കേട്ട് കഴിഞ്ഞപ്പോഴേ ഞാൻ ആലോചിക്കായിരുന്നു, നമുക്ക് ബസ് യാത്ര എന്ന് പറയുമ്പോൾ രസമല്ലേ. അപ്പൊ പാട്ട് കേൾക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് 100% ഒരു എന്താ പറയുക 2% ബാക്കി ഉണ്ടാവുള്ളൂ. 98% പേരും ബസ്സിലെ പാട്ട് കേൾക്കാൻ അല്ലെങ്കിൽ പാട്ട് ഇഷ്ടപ്പെടുന്നവരാണ്. ബസ്സിൽ പാട്ട് കേൾക്കാന്ന് പറയുമ്പോൾ ബസ്സിൻ്റെ അകത്ത് അവർ ഇടുന്ന പാട്ട് എല്ലാവരും കൂടി ഓപ്പൺ ആയിട്ട് ഇങ്ങനെ കേൾക്കുമ്പോൾ കിട്ടുന്ന ഒരു സന്തോഷം നമ്മളിങ്ങനെ ഇയർഫോണൊക്കെ ചെവിയിൽ വെച്ചിരുന്ന് അങ്ങനെ കേൾക്കുമ്പോൾ കിട്ടില്ല. സാധാരണക്കാർ, പാവപ്പെട്ടവരൊക്കെ എപ്പോഴും പോക്കറ്റിൽ ഇയർഫോൺ അല്ലെങ്കിൽ ബ്ലൂടൂത്ത് സ്പീക്കറൊന്നും തിരികൊണ്ട് നടക്കണവരല്ല. അവർ രാവിലെ പണിക്ക് പോകണം. അവരാണ് കൂടുതലും ബസ്സിൽ യാത്ര ചെയ്യുന്നത്. രാവിലെ പണിക്ക് പോകുമ്പോൾ വർക്കിംഗ് ഡ്രസ്സും കാര്യങ്ങളൊക്കെ എടുത്ത് ബാഗൊക്കെ എടുത്ത് ബസ്സിൽ കയറി അങ്ങനെ ഇരുന്ന് കുളിച്ച് കുട്ടപ്പന്മാരായിട്ടൊക്കെ ഇങ്ങനെ ഇരിക്കുമ്പോൾ സന്തോഷമുള്ള, രാവിലെയൊക്കെ കേൾക്കുന്നത് ഭക്തിഗാനങ്ങളൊക്കെ ആയിരിക്കും. അപ്പോൾ അതൊക്കെ ഇങ്ങനെ കേട്ട് അടിപൊളിയായിട്ടുള്ള യാത്ര. പിന്നെ കുറച്ച് നേരം കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു ഉച്ച നേരമൊക്കെ ആയി കഴിഞ്ഞപ്പോൾ സിനിമാ പാട്ടുകൾ കടന്നു വരും. അത് കഴിഞ്ഞ് കഴിയുമ്പോൾ ഒരു 2 മണി ആ സമയമൊക്കെ ആകുമ്പോഴേക്കും അടിപൊളി വൈബ് സോങ്ങുകളായിരിക്കും. വൈകുന്നേരം ആകുമ്പോൾ തകർപ്പൻ സോങ്ങുകൾ. അപ്പോൾ രസകരമായിട്ടുള്ള ഒരു ബസ് യാത്രയിൽ പാട്ട് അനിവാര്യമാണെന്നാണ് എൻ്റെ അഭിപ്രായം. ഇപ്പം ട്രാൻസ്പോർട്ട് ബസ്സുകൾ നല്ലതുപോലെയൊക്കെ ഓടുന്നുണ്ട്. പക്ഷെ അവരുടെ പാട്ടൊന്നുമില്ല. പക്ഷെ ആ ബസ്സിലുള്ള യാത്ര ചെയ്യുമ്പോൾ എല്ലാവരും ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, എല്ലാവരും ഇതേപോലെ ഇയർഫോണൊക്കെ തിരികെ ഇങ്ങനെ ഇരിക്കും. കൂടുതലും പേര് ഇയർഫോണൊന്നും വെച്ച് പാട്ട് കേൾക്കാത്ത ആളുകളാണെങ്കിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കി എന്തൊക്കെ ഇങ്ങനെ ആലോചിച്ച് ഇങ്ങനെ. പക്ഷേ പ്രൈവറ്റ് ബസ്സിൻ്റെ അവരുടെ ഒരു പ്രത്യേകതയാണ്, അവർ ബസ്സിൻ്റെ അകത്ത് പാട്ടൊക്കെ വെച്ച് നല്ല കിലുങ്ങുന്ന, അതായത് ഈ ട്യൂട്ടർ എന്ന് പറഞ്ഞ സാധനമുണ്ട്, ആ സാധനമൊക്കെ പാട്ട് കേൾക്കുമ്പോൾ ചിൽ 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 ഇങ്ങനെ ചിലുമ്പിക്കൊണ്ടിരിക്കും. അത് രസമാണ്. ബസ്സിലെ പാട്ട് കേൾക്കാന്ന് പറഞ്ഞാൽ രസകരമാണ്. സൈഡ് സീറ്റിൽ നിന്ന് ബസ്സിലെ പാട്ടൊക്കെ കേട്ട് ജോൺസൺ മാഷിൻ്റെ പാട്ട് അതെടുത്ത് പറയണം. ജോൺസൺ മാഷിൻ്റെ പാട്ടുകളുണ്ടല്ലോ, കിടിലനല്ലേ ആ പാട്ടുകൾ. ഞാനിപ്പോൾ ഓർക്കുകയാണെങ്കിൽ കുറേ പാട്ടുകളുണ്ട്. അതിൽ മൗനസരോവരമാകെയുണർന്നു താനീ പൂവിട്ട മോഹം അങ്ങനെയൊക്കെ പോകുന്ന ഒരുപാട് പാട്ടുകളുണ്ട്. ശ്യാമാംബരം നീലേ, അടിപൊളിയല്ലേ. അതുപോലെ മോഹൻ സിത്താര, രവീന്ദ്രൻ മാഷ്, പിന്നെ പുതിയ തലമുറയിലെ ജേക്സ് ബിജോയ്, ഇവരൊക്കെ മ്യൂസിക് കൊണ്ട് നമ്മളെങ്ങനെ മയക്കിയവരാണ്. ഇവരുടെ പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ കിട്ടുന്ന ഒരു സുഖകരമായിട്ടുള്ള യാത്രയ്ക്ക് എപ്പോഴും നമ്മൾക്ക് ഇത് സന്തോഷമായിരിക്കും നമ്മുടെ മുഖത്ത് വിരിയുന്നത്. എത്ര ദുഃഖം ഉണ്ടെങ്കിലും ആ പാട്ടൊക്കെ കേട്ടിരിക്കുമ്പോൾ നമ്മൾ അതൊക്കെ ഇങ്ങനെ മറന്ന് അടിപൊളിയല്ലേ. അപ്പോൾ ബസ്സിൽ പാട്ട് വേണം. ബസ്സിലെ പാട്ട് കേട്ടുകൊണ്ടുള്ള യാത്ര എനിക്ക് ഇഷ്ടമാണ് എന്നാണ് എൻ്റെ അഭിപ്രായം. അത് മാറ്റണം എന്നുള്ള തീരുമാനത്തിനോട് എനിക്ക് എതിർപ്പാണ്. ഈ നിയമമൊക്കെ വന്നു കഴിഞ്ഞപ്പോൾ ഞാൻ ആദ്യം അങ്ങനെ ചിന്തിച്ചത്, ഈ റോഡൊക്കെ ഒന്ന് വൃത്തിയായിട്ട് ശരിയാക്കി കഴിഞ്ഞു കഴിഞ്ഞാൽ, അല്ല പ്രശ്നമൊന്നും ഇല്ലാത്ത രീതിയിലാക്കി കഴിഞ്ഞാൽ കൂടുതലും അപകടങ്ങളും പ്രശ്നങ്ങളൊക്കെ നമുക്ക് റോഡ് അപകടങ്ങളൊക്കെ കുറയ്ക്കാൻ സാധിക്കും. റോഡ് ക്ലീൻ ആണെങ്കിൽ അതൊക്കെ എപ്പോഴും സുരക്ഷിതമായിരിക്കും, അപകടങ്ങളുടെ തോതൊന്ന് കുറയും. ഇപ്പം പാട്ട് നിർത്തിയത് കൊണ്ട് ബസ്സിൽ എന്താണ് മാറ്റം ഉണ്ടാകുക എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ വലിയ മാറ്റമൊന്നും ഉണ്ടാകാൻ പോണില്ല. ഒരു ശ്രദ്ധ, ചിലപ്പോൾ കോൺസെൻട്രേഷൻ അത് കിട്ടുമായിരിക്കാം. പിന്നെ ചില വ്യക്തികൾക്ക് ചിലപ്പോൾ ദുഃഖാവസ്ഥയിലേക്ക് ഇരിക്കുമ്പോൾ ബസ്സിൽ യാത്ര ചെയ്യുന്ന സമയത്ത് പാട്ട് ചിലപ്പോൾ അവർക്ക് അരോചകമായിട്ട് തോന്നും. പക്ഷേ ബസ്സിലിരിക്കുന്ന 100 പേരുണ്ടെങ്കിൽ ആ 100 പേരിലും ഒരു 97-96 പേർക്കും പാട്ട് ഇഷ്ടമായിരിക്കും. പാട്ട് ഇഷ്ടമല്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല. എനിക്ക് അങ്ങനെയാണ് തോന്നിയിട്ടുള്ളത്. അപ്പോൾ ഈ ബസ്സിൽ പാട്ട്
വയ്ക്കുന്നത് അന്യായമായിട്ടുള്ളൊരു കാര്യമാണ്, അത് ധിക്കാരപൂർവ്വം ചെയ്യുന്നതിനെതിരെ ഞങ്ങൾ നടപടിയെടുക്കും എന്ന് പറയുന്നതിനോട് എനിക്ക് യോജിപ്പില്ല. അപ്പോൾ ഈ സംഭവം മനോരമ ന്യൂസിൽ വാർത്തയായിട്ട് വന്നു കഴിഞ്ഞപ്പോൾ അതിൻ്റെ താഴെയായിട്ട് കുറേ കമൻസ് വന്നിട്ടുണ്ട്. അപ്പോൾ അതെന്താണെന്ന് നമുക്ക് നോക്കാം. കമൻറ്റ് ഇട്ടിരിക്കുന്ന ആളുകൾ എന്താണ് പറഞ്ഞിരിക്കുന്നത് എന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ആ പ്രതികരണങ്ങൾ നമുക്കൊന്ന് കേൾക്കാം. കമൻസുകൾ വായിക്കഴിഞ്ഞാൽ, നാട്ടിൽ ലഹരിയും കൊലയും എല്ലാമാകാം, ഇത് പറ്റില്ല. ചിരിക്കുന്ന ഇമോജിയൊക്കെ ഇട്ടിട്ടുണ്ട്. ലഹരിയും കൊലയും ഒന്നിനും കുഴപ്പമില്ല, ഭയങ്കര കഷ്ടം തന്നെ. എത്ര സങ്കടം നിറഞ്ഞാൽ പോലും ബസ്സിൽ പാട്ട് കേട്ട് യാത്ര ചെയ്താൽ എല്ലാ സങ്കടവും തീരും. അപ്പോൾ പിന്നെ സുഖകരമായ യാത്രയും കൂടിയാകുമ്പോൾ എന്നതാ, ആഹാ സത്യം. പിന്നെ ഒരു കമൻസ് കേട്ടോ, KSRTC ബസ്സിൽ കുട പിടിച്ച് പോകുമ്പോൾ ഒരു കൂട്ടം പാട്ടൊക്കെ കേട്ട് ഇതിലും വലിയ കുറ്റം ഉണ്ടാവാനില്ല. അതായത് KSRTC ബസ്സിൻ്റെ അകം ചോരുന്നതാണ്. അപ്പോൾ കുട പിടിച്ച് യാത്ര ചെയ്യുമ്പോൾ മറ്റൊരു ബസ് ഇതുപോലെ പാട്ടൊക്കെ വെച്ച് തകർപ്പനായിട്ട് പോകുമ്പോൾ ശരിയാക്കി തരാം, ആ ഒരു ഇതാണ് കമൻസിലൂടെ പറഞ്ഞിരിക്കുന്നത്. പിന്നെ വേറൊരു കമൻ്റ് ഉണ്ട് കേട്ടോ, അതായത് ഒരു എതിർപ്പ് പോലെ ഉള്ളൊരു കമൻ്റ് ഉണ്ട്. സാധാരണ രീതിയിലുള്ള സെറ്റ് കുഴപ്പമില്ല, അതായത് സാധാരണ രീതിയിൽ നമുക്ക് ആസ്വദിക്കാൻ പറ്റിയ സെറ്റ് ഉണ്ടല്ലോ, ഇവർ ഒരുക്കുന്ന സ്റ്റീരിയോ, ആ ഒരു സംഭവം കുഴപ്പമില്ല. ഇത് ഉള്ള സബ് എല്ലാം കൂടി ഇടിച്ച് ചെവിയും കലക്കി തലയും വേദനിച്ച് പണ്ടാര പടങ്ങി ഇതിനകത്ത് ഇറങ്ങാൻ പറ്റുള്ളൂ. അതുകൊണ്ട് കഴിഞ്ഞ കുറേ കാലമായിട്ട് KSRTC നോക്കിയാണ് ഞാൻ കയറിക്കൊണ്ടിരിക്കുന്നത് എന്നും പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. പിന്നെ എന്തൊരു നാട് എന്ന് പറഞ്ഞ് അങ്ങനെ ഒരു കമൻസ് ഉണ്ട്. ബസ്സിലെ പാട്ടൊരു ശല്യം തന്നെയാണ്, ഭൂരിഭാഗം ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നില്ല, അങ്ങനെയും ആളുകൾ ഇട്ടിട്ടുണ്ട്. പിന്നൊരു കമൻ്റ് ഉണ്ട്, കേരള റൂൾസ് ബിക്കമിങ് വെരി നോൺസെൻസ് എന്ന് പറഞ്ഞൊരു കമൻ്റ് ഉണ്ട്. പിന്നെ അതേപോലെ എന്നൊരു കാര്യം ചെയ്യും, ടാക്സ് കുറയ്ക്കി ഏമാമാരെ, പാവങ്ങളെ ബുദ്ധിമുട്ടിക്കാണ്ട് എന്ന് പറഞ്ഞ് കമൻ്റ് ഉണ്ട്. അങ്ങനെയുള്ള കമൻസുകളാണ് വന്നിട്ടുള്ളത്. അത് കുറേ പേര് ഇതിനെ എതിർക്കുകയാണ്. അതായത് ഇങ്ങനത്തുള്ള നിയമം ഒരു വിഡ്ഢിത്തരമാണെന്ന തരത്തിൽ തന്നെ അവർ അതിനെ തുറന്ന് പറയുകയാണ്. ഒന്നോ രണ്ടോ പേര് പറയുന്നുണ്ട് സെറ്റ് കംപ്ലൈൻ്റ് ആണ്, സെറ്റ് ഒന്ന് മാറ്റിയിട്ട് നല്ല സെറ്റൊക്കെ വെച്ചിട്ട് പാട്ട് വെച്ച് പോകാൻ പറയാനുള്ള ഒരു നിയമം കൊടുക്കണമെങ്കിൽ നല്ലൊരു പാട്ട് കിട്ടും. വളരെ അരോചകമായിട്ട് ഇങ്ങനെ കരകരക്ക പടപടപടാന്ന് അടിക്കുന്ന തരത്തിലുള്ള അങ്ങനെയുള്ള പാട്ടുകൾ കേൾക്കുമ്പോൾ തലവേദന എടുക്കുന്ന തരത്തിലും കമൻസ് ഇട്ടുണ്ട്. അപ്പോൾ ഈ വിഷയത്തിൽ എന്താണ് പ്രിയപ്പെട്ടവരെ നിങ്ങളുടെ അഭിപ്രായങ്ങളെന്ന് കമൻസുകളായി അറിയിക്കുക. ഓക്കെ, ടാറ്റാ, ബൈ ബൈ.